ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ അടിപൊളി തോരനാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളപ്പയറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 വിസിലടുപ്പിച്ച് ഒന്നെടുക്കട്ടെ. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്യാബേജാണ്. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യം 2 വറ്റൽമുളകും ഒരു 2-3 ചുള ഉള്ളിയും വേണം. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി വേണേ. അതും കൂടി ഒന്ന് നന്നായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് കടുകിട്ട് കൊടുത്തു. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ആ മുളകും ഉള്ളിയൊക്കെ അടിച്ച് വെച്ചിരുന്നു ഒന്ന് ഇട്ടിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം നന്നായി മൂത്ത് വന്നപ്പോൾ ക്യാബേജും കൂടി ഇട്ട് കൊടുത്തേ. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് വേവിക്കുക. ക്യാബേജിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി ആ പയറിലേയും കൂടി വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ക്യാബേജ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. മാത്രമല്ല ക്യാബേജാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളതെന്ന് അറിയാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഞാനിത് നന്നായി ചിക്കി വേവിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ തേങ്ങ ചിരവി ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിൽ പതിവ്. അതാകുമ്പോൾ എളുപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. എപ്പോഴും ചിരണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് പരീക്ഷിക്കാം. അതിനുശേഷം തേങ്ങ നന്നായി ഇളക്കി ചേർക്കണേ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ക്യാബേജും പയറും തോരനാണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.